അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹായ് ലേണേഴ്സ്, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ജാൻ പഹ്ചാൻ ഉറുദു ടെക്സ്റ്റ് ബുക്കിലെ 5-ാമത്തെ അധ്യായമായ MS സുബലക്ഷ്മിയെക്കുറിച്ചാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഷാഗിർദി ഇഖ്തിയാർ കർലി ഇതുവരെയാണ് എടുത്തത്. ബാക്കിയുള്ള ക്ലാസ്സിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ജബ് വോ സിർഫ് 15 ബർസ് കി തി. ജബ് വോ സിർഫ് 15 ബർസ് കി തി. എപ്പോഴാണോ അവർ സിർഫ് 15 ബർസ് കി തി, എപ്പോഴാണോ MS സുബലക്ഷ്മിക്ക് 15 വയസ്സായത്. സിർഫ് എന്ന് പറഞ്ഞാൽ മാത്രം. അപ്പോൾ MS സുബലക്ഷ്മിക്ക് 15 വയസ്സായപ്പോഴേക്ക് ഉन्हें शादी की किसी तकरीब में गाने के लिए बुलाया गया. उन्हें അവരെ ഷാദി കി കിസി തഖരീബ് മേം, വിവാഹത്തിൻ്റെ ഏതോ ഒരു ഫംഗ്ഷനിൽ, തഖരീബ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ, അപ്പോൾ തഖരീബ് മേം ഫംഗ്ഷനിൽ ഗാനെ കെ ലിയെ ബുലായ ഗയ, പാട്ട് പാടാൻ വേണ്ടി വിളിക്കപ്പെട്ടു. വോ 2 घंटे तक ഗാത്തി രഹേ, അവർ 2 മണിക്കൂർ വരെ, ഘണ്ട എന്ന് പറഞ്ഞ മണിക്കൂർ, അപ്പോൾ വോ 2 घंटे तक ഗായി രഹേ, അവൾ 2 മണിക്കൂർ ഇങ്ങനെ പാടിക്കൊണ്ടിരുന്നു. ഉൻകി ആവാസ് മേം ഇത്തിനാ സോസ് ഓർ ഐസി മിഠാസ് തി. അവരുടെ ഉൻകി ആവാസ് മേം, അവരുടെ ശബ്ദത്തിൽ, ഇത്തിനാ സോസ് ഇത്രയും ശോകവും, സോസ് എന്ന് പറഞ്ഞ ശോകം, ഓർ ഐസി മിഠാസ് തി ഇത്രയും മാധുര്യവും ഉണ്ടായിരുന്നു. മിഠാസ് എന്ന് പറഞ്ഞ മാധുര്യം എന്നൊക്കെ അർത്ഥം. എന്തെന്നാൽ ലോബ് സബ് കുച്ച് ബുലാക്കർ, ലോക് ജനങ്ങൾ, സബ് കുച്ച് ബുലാക്കർ സർവ്വതും മറന്നുകൊണ്ട്, എല്ലാതും മറന്നുകൊണ്ട്, സിർഫ് ഉൻകി ആവാസ് കെ ജാദു മേം ഗോയ രഹേ. സിർഫ് ഉൻകി ആവാസ് കെ ജാദു മേം, അവരുടെ ശബ്ദത്തിൻ്റെ മാന്ത്രികതയിൽ മാത്രം. ജാദു എന്ന് പറഞ്ഞ മാജിക് എന്ന് പറയാം, അല്ലെങ്കിൽ മാന്ത്രിക വലയം എന്ന് പറയാം. അപ്പോൾ അവരുടെ ശബ്ദത്തിൻ്റെ മാന്ത്രിക വലയത്തിൽ ഗോയ രഹേ ഇങ്ങനെ മുഴുകിക്കൊണ്ടിരുന്നു. അപ്പോൾ അവരുടെ ശബ്ദത്തിൻ്റെ ശോകവും അതുപോലെ അതിൻ്റെ മാധുര്യവും ഒക്കെ ഇത്രയുണ്ട്. എത്രത്തോളം ജനങ്ങളെല്ലാം ആ പാട്ട് കേൾക്കുമ്പോൾ സർവ്വതും മറന്നുകൊണ്ട് ആ ഒരു ശബ്ദത്തിൻ്റെ, സ്വരത്തിൻ്റെ മാന്ത്രിക വലയത്തിൽ ഇങ്ങനെ മുഴുകിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് പാരഗ്രാഫ്. സുബലക്ഷ്മി കി ആവാസ് ഓർ ഗായകി മേ ഫിത്രി ഹസൻ ത. സുബലക്ഷ്മി കി ആവാസ്, സുബലക്ഷ്മിയുടെ ശബ്ദം, സ്വരം, ഓർ ഗായകി, ഗായകി എന്ന് പറഞ്ഞാൽ പാടാനുള്ള ആ സ്കില്ലിനെ പറയാം, പാടാനുള്ള ആ കഴിവ്. അപ്പോൾ സുബലക്ഷ്മിയുടെ സ്വരവും അവർക്ക് പാടാനുള്ള കഴിവും ഫിത്രി ഹസൻ ത, അത് നാച്ചുറലി നല്ലതായിരുന്നു, പ്രകൃതിപരമായി തന്നെ അത് നല്ലതായിരുന്നു. അവരുടെ ശബ്ദവും അവരുടെ പാടാനുള്ള കഴിവും പ്രകൃതിപരമായി തന്നെ നല്ലതായിരുന്നു, ജന്മനാ നല്ലതായിരുന്നു. ജബ് ഉൻകെ വത്തൻ മധുര മേം ഉൻകി ഷൂറത്ത് ഫൈലി. എപ്പോഴാണ് അവരുടെ രാജ്യമായ മധുരയിൽ, അവരുടെ നാടായ മധുരയിൽ അവരുടെ ഷുഹറത്ത് ഫൈലി, അവരുടെ പ്രസിദ്ധി വ്യാപിച്ചത്. ഷുഹറത്ത് എന്ന് പറഞ്ഞാൽ പ്രസിദ്ധി, ഫൈലിന എന്ന് പറഞ്ഞാൽ വ്യാപിക്കുക. അപ്പോൾ മധുരയിൽ അവരുടെ പ്രശസ്തി വ്യാപിച്ചപ്പോൾ, അപ്പോൾ ഉൻകി വാലിദാനെ, അവരുടെ മാതാവ്, ഉനേം അവരെ, മദ്രാസ് ലേ ജാനേക്ക ഫൈസല കിയാത്ത, മദ്രാസിൽ കൊണ്ടുപോകാനുള്ള തീരുമാനമെടുത്തു. ഫൈസല കർണ എന്ന് പറഞ്ഞാൽ തീരുമാനമെടുക്കുക. അപ്പോൾ അവരുടെ പ്രശസ്തി വ്യാപിച്ചപ്പോൾ അവരുടെ മാതാവ് മദ്രാസിൽ അവരെ കൊണ്ടുപോകാനുള്ള തീരുമാനമെടുത്തു. എന്തെന്നാൽ ദൂർ ദിറാസ് കെ ലോഗ് ബി ഉൻകി സ്വലാഹിയത്ത് സെ ആഗാഹ് ഹോ സകി. എന്തിനാണ് മധുരയിൽ അവരുടെ പ്രശസ്തി വ്യാപിച്ചപ്പോൾ പിന്നെ മദ്രാസിൽ കൊണ്ടുപോകാൻ അവരുടെ അമ്മ തീരുമാനിച്ചത്? കാരണം ദൂർ ദറാസ് കെ ലോഗ്, വളരെ വിദൂരത്തുള്ള ജനങ്ങളും, ദൂർ ദിറാസ് കെ ലോഗ് ബി വളരെ വിദൂരത്തുള്ള ജനങ്ങളും, ഉൻകി സ്വലാഹിയത്ത് സെ അവരുടെ കഴിവിനെ കുറിച്ച്, ആഗാഹ് ഹോ സകി, ആഗാഹ് ഹോന എന്ന് പറഞ്ഞാൽ അറിവുള്ളവരാകുക എന്നാണ് അർത്ഥം. അപ്പോൾ ആഗാഹ് ഹോ സകിയും അവർക്കെല്ലാം അറിയാൻ സാധിക്കും. അപ്പോൾ അവരുടെ രാജ്യമായ, അവരുടെ പ്രദേശമായ നാടായ മധുരയിൽ അവരുടെ പ്രസിദ്ധി വ്യാപിച്ചപ്പോൾ ഉമ്മ മദ്രാസിലേക്ക് കൊണ്ടുപോയി. കാരണം എന്താ?
വളരെ വിദൂരത്തുള്ള ജനങ്ങൾ പോലും അവരുടെ സ്വലാഹിയത്ത്, അവരുടെ സ്കില്ല് അറിയാൻ വേണ്ടി, ആഗാവോന എന്ന് പറഞ്ഞാൽ അറിയുക എന്നൊക്കെയാണ് അർത്ഥം, അറിവുള്ളവരാവുക. ഉസ് ജമാനമേം, ആ ഒരു കാലഘട്ടത്തിൽ സ്റ്റേജ് പർ ഔറത്തോം കെ ഗാന കാ റിവാജ് നഹീ താ. ഉസ് ജമാനമേം, ആ കാലഘട്ടത്തിൽ സ്റ്റേജ് പർ, സ്റ്റേജ് മേൽ, ഔറത്തോം കാ ഗാന കാ റിവാജ്, സ്ത്രീകൾ പാടുന്ന റിവാജ് എന്ന് പറഞ്ഞാൽ സമ്പ്രദായം, നഹീം താ ഉണ്ടായിരുന്നില്ല. റിവാജ് എന്ന് പറഞ്ഞാൽ സമ്പ്രദായം, സിസ്റ്റം, രീതി എന്നൊക്കെ പറയാം. അപ്പോൾ ആ കാലഘട്ടത്തിൽ സ്റ്റേജിന്മേൽ സ്ത്രീകൾ കയറി പാടുന്ന ഒരു സമ്പ്രദായം, സിസ്റ്റം ഉണ്ടായിരുന്നില്ല. ലോക് ഉസേ മയൂബ് സമജിത്തേത്തെ, ലോക് ജനങ്ങൾ ഉസേ, അങ്ങനെ ആ സ്ത്രീകൾ സ്റ്റേജിൽ കയറി പാടുന്നതിനെ മയൂബ് സമജിത്തെ, ഒരു ന്യൂനതയായി മനസ്സിലാക്കിയിരുന്നു, ഒരു തെറ്റായി മനസ്സിലാക്കിയിരുന്നു. സുബലക്ഷ്മിനെ ഇസ് റിവായത്ത് കോ തോടനെ കാ ഇറാദ കർ ലിയ. സുബലക്ഷ്മിനെ ഇസ് റിവായത്ത് കോ, ഈ ഒരു സമ്പ്രദായത്തെ അല്ലെങ്കിൽ ഈ ഒരു രീതിയെ, തോടിനേക്കാ ഇറാദ കർ ലിയ, അതിനെ തകർക്കാനുള്ള, തോടിന എന്ന് പറഞ്ഞാൽ തകർക്കുക എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ സുബലക്ഷ്മീന ഇസ് റിവായത്ത് കോ, ഇങ്ങനെയുള്ളൊരു സമ്പ്രദായത്തെ തകർക്കാനും എന്ത് ചെയ്തു, ഇറാദ കള്ളിയ, ഉദ്ദേശിച്ചു. കാരണം സ്ത്രീകൾക്കും സ്റ്റേജിന്മേൽ കയറി പാട്ടൊക്കെ പാടാം എന്ന ഒരു തീരുമാനമെടുത്തു. അപ്പോൾ ഈ സമ്പ്രദായം ഒരിക്കലും നിലനിർത്താൻ പാടില്ല, അതിനെ തകർക്കണമെന്ന് അവർ തീരുമാനിച്ചു. സ്റ്റേജ് പർ അപ്പിനെ ഫൻ കാ മുസാഹിറ കർണാക്കി ടാൻ ലി. സ്റ്റേജ് പർ, സ്റ്റേജ് മേൽ, അപ്പിന ഫന്നുക്ക, തൻ്റെ, ഫൻ എന്ന് പറഞ്ഞ ആർട്ട്, കല എന്നൊക്കെ അർത്ഥം. അപ്പോൾ സ്റ്റേജ് പർ അപ്പിനെ ഫന്നുക്ക, സ്റ്റേജ് മേൽ തൻ്റെ കലയെ, മുസാഹിറ കർണാക്കി ടാൻലി, പ്രദർശിപ്പിക്കാനുള്ള ടാൻലി, പ്രതിജ്ഞ എടുത്തു. മുസാഹിറ കർണ എന്ന് പറഞ്ഞാൽ പ്രദർശിപ്പിക്കുക, വ്യക്തമാക്കുക എന്നൊക്കെയാണ് അർത്ഥം. ടാൻ ലേന എന്ന് പറഞ്ഞ തീരുമാനമെടുത്തു. അപ്പോൾ നിലവിലുള്ള സമ്പ്രദായത്തെ തകർത്തെറിഞ്ഞ് തൻ്റെ ഒരു സ്കില്ല്, തൻ്റെ ഒരു കല സ്റ്റേജ് മേൽ പ്രദർശിപ്പിക്കാനുള്ള ഒരു പ്രതിജ്ഞ നമ്മുടെ MS സുബലക്ഷ്മി എടുത്തു. സുന്നെ വാലെ മസ്ഹൂർ ഓകെ, കേൾക്കുന്നവർ, അപ്പോൾ അങ്ങനെ സ്റ്റേജ് മേൽ കയറി ഇവർ പാടുമ്പോൾ സുന്നെ വാലെ, കേൾക്കുന്നവർ, മസ്ഹൂർ ഓകെ, വല്ലാതെ പരിഭ്രമിച്ചു, സംഭ്രമിച്ചു എന്നൊക്കെ പറയാം. സുന്നെ വാലെ മസ്ഹൂർ ഓകെ, അപ്പോൾ ഇവരുടെ ആ കല കണ്ടിട്ട് കേൾക്കുന്നവർ ആകെ പരിഭ്രമിച്ചു പോയി. ബഹുത്ത് ജൽദ്, വളരെ പെട്ടെന്ന്, സുബലക്ഷ്മിനെ അപ്നി സ്വലാഹിയത്ത് കാ ലോഹ മൻവാലിയ. ബഹുത്ത് ജൽദ്, വളരെ പെട്ടെന്ന്, സുബലക്ഷ്മിനെ, നമ്മുടെ സുബലക്ഷ്മി, അപ്നെ സ്വലാഹിയത്ത് കാ, തൻ്റെ കഴിവിൻ്റെ, ലോഹ മൻവാലിയ, ശക്തി അംഗീകരിപ്പിച്ചു. ലോഹ മൻവാലേന എന്ന് പറഞ്ഞാൽ ശക്തി അംഗീകരിപ്പിക്കുക എന്നാണ് അർത്ഥം. സ്വലാഹിയത്ത്, കഴിവ്. അപ്പോൾ തൻ്റെ കഴിവിൻ്റെ ശക്തി അംഗീകരിപ്പിച്ചു. ലോഹ മൻവാലേന, ശക്തി അംഗീകരിപ്പിക്കുക. और उनके हुनर की खुशबू, और उनके हुनर की, മാത്രമല്ല അവരുടെ ഹുനർ की, അവരുടെ മഹത്വത്തിൻ്റെ, ഖുഷ്ബു, സുഗന്ധം. ഹുനർ എന്ന് പറഞ്ഞാൽ മഹത്വം എന്നാണ് അർത്ഥം, ഖുഷ്ബു എന്ന് പറഞ്ഞാൽ സുഗന്ധം. और उनके हुनर की खुशबू, അവരുടെ മഹത്വത്തിൻ്റെ സുഗന്ധം, ഹർ തർഫ് ഫൈൽ ഗയി, എല്ലാ ഭാഗത്തേക്കും വ്യാപിച്ചു. ഉൻകി ഷഖ്സിയത്ത് മേം, അവരുടെ വ്യക്തിത്വത്തിൽ, ഒയർ മഅ്മൂലി മുത്താനിത്ത്, അസാധാരണമായ ഗൗരവവും, ഓർ പാകീസഗി തി, വിശുദ്ധിയും ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ വ്യക്തിത്വത്തിൽ അസാധാരണമായ ഒരു ഗൗരവവും ഒരു വിശുദ്ധിയും ഉണ്ടായിരുന്നു. ലോക് ഉൻകെ ആവാസെ മഹബത്ത് കർത്തേത്തെ, ജനങ്ങൾ അവരുടെ സ്വരത്തെ, ശബ്ദത്തെ, മഹബത്ത് കർത്തേത്തെ, ഇഷ്ടപ്പെട്ടിരുന്നു. और उन्हें इहतराम की नज़र से देखते थे, और उन्हें, അവരെ, ഇഹ്തിറാം की नज़र से, വളരെ ബഹുമാനത്തോടു കൂടി, देखते थे, നോക്കിയിരുന്നു. സുബലക്ഷ്മി ने 4 ഫിലിമോं में അദാകാരി के जौहर भी दिखाए. മാത്രമല്ല ഇവരെന്ത് ചെയ്തിട്ടുണ്ട്, ഫിലിമിലും അഭിനയിച്ചിട്ടുണ്ട്. സുബലക്ഷ്മിനെ, നമ്മുടെ സുബലക്ഷ്മി, 4 ഫിലിമോं में, 4 ഫിലിമുകളിൽ, അദാകാരിക്ക് ജൗഹർ, അഭിനയത്തിൻ്റെ മികവ്, അഭിനയത്തിൻ്റെ തികവ്. അപ്പോൾ അദാകാരിക്ക് ജൗഹർ ബി, അഭിനയ തികവും, ദിക്കായെ, കാണിപ്പിച്ചു. അപ്പോൾ നമ്മുടെ സുബലക്ഷ്മി 4 ഫിലിമിലും അഭിനയിച്ചിട്ടുണ്ട്.
അദാകാരി എന്ന് പറഞ്ഞ അഭിനയം. ഉൻകി പഹ്ലി ഫിലിം, അവരുടെ ആദ്യ സിനിമയായ സേവാ സദാനം 1938 में ആയി. അവരുടെ ആദ്യ സിനിമയായ സേവാ സദാനം 1938 വന്നത്. ഉൻകി ദൂസരി ഫിലിമേ, ഇനി അവരുടെ മറ്റുള്ള ഫിലിമുകൾ പറയാണ്. എന്തൊക്കെ? ശകുന്തളായി, ഒന്ന് സാവിത്രി ഓർ മീര ഹേ. അപ്പോൾ അവരുടെ 4 സിനിമകൾ ഓർത്തു വെക്കുക. ഒന്ന് സേവാ സദാനം, അതുപോലെ ശകുന്തളായി, സാവിത്രി, മീര. ഈ സിനിമകളിലാണ് സുബ്ബലക്ഷ്മി അഭിനയിച്ചിട്ടുള്ളത്. ഫിർ ശേഷം ഉന്നോനെ അദാകാരി ചോർദി. ഫിർ പിന്നീട് ശേഷം ഉന്നോനെ അവർ അദാകാരി ചോർദി അഭിനയം ഉപേക്ഷിച്ചു. ഓർ അപ്പിനെ ആപ്പുക്കോ എന്ന് പറഞ്ഞാൽ തന്നെ എന്നാണ് അർത്ഥം. ഓർ അപ്പിനെ ആപ്പുക്കോ തന്നെ മൂസിക്ക് കേലിയെ വഖഫ് കർ ദിയ. മ്യൂസിക്കിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? സമർപ്പിച്ചു. വഖഫ് കർ ദേന എന്ന് പറഞ്ഞാൽ സമർപ്പിക്കുക. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ 4-5 സിനിമകളിലൊക്കെ അഭിനയിച്ചു കഴിഞ്ഞപ്പോൾ സുബ്ബലക്ഷ്മി അഭിനയത്തെ ഉപേക്ഷിച്ച് തൻ്റെ മ്യൂസിക്കിൽ മാത്രം തൻ്റെ ജീവിതം എന്ത് ചെയ്തു? സമർപ്പിച്ചു. സുബ്ബലക്ഷ്മി കോ മുൽക്ക് കാ സബ്സെ ബഡാ ഏസാസ് ഭാരത് ലക്ഷ് പേഷ് കിയാ ഗയാ. സുബ്ബലക്ഷ്മിക്ക് രാജ്യത്തിൻ്റെ ഏറ്റവും സബ്സെ ബഡാ ഏസാസ്, ഏറ്റവും വലിയ ബഹുമതിയായ ഭാരത് രത്നം എന്ത് ചെയ്തിട്ടുണ്ട്? നൽകപ്പെട്ടിട്ടുണ്ട്. ഉസ്കെ അലാവ, അതുകൂടാതെ ഉനേം അവർക്ക് പത്മഭൂഷൺ കിട്ടിയിട്ടുണ്ട്. അതുപോലെ രമൻ മെഗ്സീസി അവാർഡ്, അത് അവാർഡ് എന്നാട്ടോ വായിക്കുക. രമൻ മെഗ്സീസി അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ സംഗീത് കലാനിധി അവാർഡും ബി ദിയ ഗയെ, അതും അവർക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. ഉനേം അവരെ അഖ്വാം മുത്തഹിദ കെ ഏക് ജഷൻ മേം ഗാന കെ ലിയെ ഖാസ് തൂർ പർ മദ്ഊ കിയാ ഗയാ. ഉനേം അവരെ അഖ്വാം മുത്തഹിദ കെ, UNOയുടെ അഖ്വാം മുത്തഹിദ എന്ന് പറഞ്ഞാൽ UNO, യുണൈറ്റഡ് നാഷൻ ഓർഗനൈസേഷൻ. അഖ്വാം മുത്തഹിദ, അറബിയിൽ അതിന് അൽ ഉമമുൽ മുത്തഹിദ എന്നാണ് പറയുക. ഓർത്തു വെക്കുക, UNO യുണൈറ്റഡ് നാഷൻ ഓർഗനൈസേഷന് അറബിയിൽ അൽ ഉമം അൽ മുത്തഹിദ എന്നാണ് പറയുക. ഉറുദുവിൽ അഖ്വാം മുത്തഹിദ എന്നാണ് പറയുക. ഉനേം അവരെ അഖ്വാം മുത്തഹിദ കെ ഏക് ജഷൻ മേം ഗാന കെ ലിയെ ഖാസ് തൂർ പർ മദ്ഊ കിയാ ഗയാ. ഉനേം അവരെ അഖ്വാം മുത്തഹിദ കെ, UNOയുടെ ഏക് ജഷൻ മേം, ഒരു ജഷൻ എന്ന് പറഞ്ഞാൽ സെലിബ്രേഷൻ, ആഘോഷം എന്നാണ് അർത്ഥം. ഏക് ജഷൻ മേം, ഒരു ആഘോഷത്തിൽ ഗാന കെ ലിയെ, പാടാൻ വേണ്ടിയിട്ട്, ഖാസ് തൂർ പർ പ്രത്യേകമായി മദ്ഊ കിയാ ഗയാ, അവരെന്ത് ചെയ്തു? ക്ഷണിക്കപ്പെട്ടു. അപ്പോൾ UNOയുടെ ഒരു പരിപാടിയിൽ, ഒരു ആഘോഷത്തിൽ വരെ പാടാൻ വേണ്ടിയിട്ട് നമ്മുടെ സുബ്ബലക്ഷ്മിയെ ക്ഷണിക്കപ്പെട്ടിട്ടുണ്ട്. 1944 में സുബ്ബലക്ഷ്മി की मुलाकात ഗാന്ധിജി സെ ഹുയി. മാത്രമല്ല 1944 സുബ്ബലക്ഷ്മിയുടെ കൂടിക്കാഴ്ച, മുലാഖാത്ത് കർണ എന്ന് പറഞ്ഞാൽ കൂടിക്കാഴ്ച നടത്തുക എന്നാണ് അർത്ഥം. അപ്പോൾ സുബ്ബലക്ഷ്മിയുടെ കൂടിക്കാഴ്ച ഗാന്ധിജി സെ ഹുവ, ഗാന്ധിജിയുമായുള്ള കൂടിക്കാഴ്ച ഉണ്ടായി. അപ്പോൾ 1944 സുബ്ബലക്ഷ്മി നമ്മുടെ ഗാന്ധിജിയെ കണ്ടുമുട്ടുന്നത്. ഉന്നോനെ ഗാന്ധിജി കെ ലിയെ കൈ ഭജൻ ഗായെ, മാത്രമല്ല നമ്മുടെ സുബ്ബലക്ഷ്മി ഗാന്ധിജിക്ക് വേണ്ടി കൈ ഭജൻ ഗായെ, കുറച്ച് സ്തുതിഗീതങ്ങൾ പാടി. ഭജൻ എന്ന് പറഞ്ഞാൽ ഭജനം, സ്തുതിഗീതങ്ങളൊക്കെ പാടി. ഭജൻ എന്ന് പറഞ്ഞാൽ സ്തുതിഗീതം. ഓർ കൈ ഫലാഹി കാമോമേം ഹിസ്സാലിയ, മാത്രമല്ല കുറച്ച് ഫലാഹി കാമോമേം, ഹ്യൂമാനിറ്റാറിയൻ എന്ന് പറയില്ലേ, അങ്ങനത്തെ പ്രവർത്തനങ്ങളിൽ പങ്കുചേർന്നു. ഹിസ്സാലേന എന്ന് പറഞ്ഞാൽ പങ്കെടുക്കുക. ഫലാഹി കാം എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ചാരിറ്റബിൾ വർക്ക് ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ വർക്കിനെ പറയാം. അതിൻ്റെ ഒരു നല്ല മലയാളം ഇപ്പം എന്താ പറയുക? അപ്പോൾ ഫലാഹി കാമോമേം, നല്ല ചാരിറ്റി പ്രവർത്തനങ്ങളിൽ, നല്ല അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ ഹിസ്സാലിയ പങ്കെടുത്തു.
पंडित जवाहरलाल नेहरू भी सुब्बलक्ष्मी की कुदरदान थे. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും സുബ്ബലക്ഷ്മിയെ എന്ത് ചെയ്തിരുന്നു? കുതിർദാൻ തെ. അത് വായിക്കുന്നത് ശ്രദ്ധിക്കണം. കുതിർദാൻ എന്നാണ്. കുതിർദാൻ എന്ന് പറഞ്ഞാൽ അഭിനന്ദിച്ചിരുന്നു എന്നാണ് അർത്ഥം. 1903 में അത് വായിക്കേണ്ടത് 1903 എന്നാണ് കേട്ടോ. അല്ല സോറി, 2003. ഹസാറ എന്ന് പറഞ്ഞാൽ 1000 എന്നാണ് അർത്ഥം. 2000 2000 എന്നായി. 2003 എന്ന് പറഞ്ഞാൽ 2003 എന്നർത്ഥം. ഇപ്പോൾ നമ്മൾ 25 വരെ എണ്ണം പഠിച്ചതാണ്. അപ്പോൾ 1944 എങ്ങനെ പറയാം? 19 19 എന്നാ പറയാ. 44 44. അപ്പോൾ 1944 അങ്ങനെയാണ് പറയുക. അപ്പോൾ അത് വായിക്കുന്നതും ശ്രദ്ധിക്കുക. 2003 എന്നാണ് 2003 പറയട്ടോ. അപ്പോൾ 2003 में इस बेमिसाल ഗിലോക്കാറ का इंतकाल हो गया. അങ്ങനെ 2003 ഈ ബേമിസാൽ ഗിലോക്കാറ, ഈ അതുല്യനായ, പകരം വെക്കാനില്ലാത്ത, ബേമിസാൽ എന്ന വാക്കിനർത്ഥം പകരം വെക്കാനില്ലാത്ത എന്നാണ് അർത്ഥം. അതുല്യനായ, അദ്വിതീയനായ എന്നൊക്കെ നമ്മൾ പറയില്ലേ നല്ല മലയാളത്തിൽ, അതിനാണ് ബേമിസാൽ എന്ന് പറയുക. അപ്പോൾ 2003 ഈ പകരം വെക്കാനില്ലാത്ത ഗിലോക്കാറ എന്ന് പറഞ്ഞാൽ പാട്ടുകാരി. ഗിലോക്കാർ എന്ന് പറഞ്ഞാൽ പാട്ടുകാരൻ. ഗിലോക്കാറ ഒരു ഹാവ് ചേർത്താൽ അതിൻ്റെ അർത്ഥം പാട്ടുകാരി എന്നായി. അപ്പോൾ 2003 ഈ പകരം വെക്കാനില്ലാത്ത പാട്ടുകാരിയുടെ ഇന്തിക്കാൽ ഹോഗയ, മരണം സംഭവിച്ചു. ഇന്തിക്കാൽ ഹോന എന്ന് പറഞ്ഞാൽ മരിക്കുക. ഉൻകി കമ്മി ഹമേഷ മഹ്സൂസ് കി ജായേഗി. അവരുടെ ഈ ഒരു കുറവ്, കമ്മി എന്ന് പറഞ്ഞാൽ കുറവ്, ഹമേഷ മഹ്സൂസ് കി ജായേഗി എന്നെന്നും, ഹമേഷ എന്ന് പറഞ്ഞാൽ എന്നും, മഹ്സൂസ് കി ജായേഗി അതെന്താകും? അനുഭവപ്പെടും. അവരുടെ കമ്മി, അവരുടെ കുറവ്, ഹമേഷ എന്നെന്നും. ഹമേഷ എന്നുള്ളത് ഇംഗ്ലീഷിൽ അതിന് ആൾവേസ് എന്ന് പറയാം. ആൾവേസ് എല്ലായ്പ്പോഴും, എന്നെന്നും അല്ലേ. ഉൻകി കമ്മി അവരുടെ ആ കുറവ്, കമ്മി ഹമേഷ എന്നെന്നും, മഹ്സൂസ് കി ജായേഗി അതെന്താവും? അനുഭവപ്പെടും. പിന്നെ ഫലാഹി കാം എന്നൊക്കെ പറഞ്ഞാൽ നല്ല ഹ്യൂമാനിറ്റേറിയൻ പ്രവർത്തനങ്ങളൊക്കെ പറയാം. ജീവകാരുണ്യ പ്രവർത്തനം എന്നൊക്കെ പറയില്ലേ, അതിനാണ് ഫലാഹി കാം എന്ന് പറയുക. ഇൻഷാ അല്ലാഹ് സുബ്ബലക്ഷ്മിയുടെ പാഠം കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് മഷ്കുമായി കണ്ടുമുട്ടാം. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.